ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഉടൻ ഒഴിവാക്കും. ഇതിനായുള്ള നീക്കങ്ങൾ സജീവമാക്കി തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി. ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, ബംഗ്ലാദേശ് നോട്ടിൽ നിന്ന് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഉടൻ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരിക്കുന്നു. ഇതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പ് വന്നത്. അതായത് ഇനിയുള്ള നോട്ടിൽ അവരുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഉണ്ടാകില്ല എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം സർക്കാർ തന്നെ നൽകുന്നുണ്ട്. അതായത് ഉടൻ തന്നെ ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് ബംഗ്ലാദേശ് ഒഴിവാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ ഭരണഘടനയിൽ ഒരു മതേതര രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്നു. അവരുടെ ഔദ്യോഗിക മതം ഇസ്ലാം ആണെങ്കിൽ പോലും മതേതരത്വം അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട നീക്കങ്ങൾ, തീരുമാനങ്ങൾ അതെല്ലാം തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ്. അത്തരം അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നാണ് ഭരണഘടന പറയുന്നത്. പക്ഷേ ആ ഭരണഘടനയിൽ നിന്നും മതേതരത്വം ഉൾപ്പെടെയുള്ള വാക്ക് ഒഴിവാക്കാനാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോട്ടിൽ നിന്നും അവരുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പേര് എടുത്തു മാറ്റുന്നത്. അതിനുശേഷം ഇനിയും ഭരണഘടനയിൽ നിന്നും രാഷ്ട്രപിതാവ് എന്ന പേര് മുജീബുർ റഹ്മാന്റെ പേരിൽ ആ രീതിയിൽ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കും. അതോടൊപ്പം തന്നെ മതേതരത്വം എന്ന വാക്കും ഈ ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കും എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനനുസരിച്ച് തന്നെയാകും ഒരുപക്ഷെ ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നിൽ അടിയറവ് പറയുക തന്നെയാണ് യൂനിസ് സർക്കാർ. ആദ്യം മുജീബ് റഹ്മാന്റെ ചിത്രം കറൻസിയിൽ നിന്ന് എടുത്തു മാറ്റി ഇപ്പോൾ മതേതരത്വം ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങൾ പങ്കുവച്ചത്.